രൂപമാണ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് ആർട്ട് സോപ്പ് ബ്ലേഡ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ചിരട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വര ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയുക, ഇലയുടെ ലീഫിൻ്റെ അകത്തൂടെ പോകുന്ന ആ വരകളാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ചിരട്ട വെച്ച് നമ്മളൊരു സോപ്പ് ഹോൾഡർ ഉണ്ടാക്കാൻ പോവാണ്. അതായത് സോപ്പ് പെട്ടി എന്നൊക്കെ പറയാം. അപ്പോൾ ആ സംഭവം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ചിരട്ട വെച്ച് നമ്മൾ എടുത്ത് കളയുന്ന ചിരട്ട വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ ലാഗ് എടുപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഒരു ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ചിരട്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഇലയുടെ രൂപമാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഡിസൈനും വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇലയുടെ രൂപമാണ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് ആർട്ട് സോപ്പ് ബ്ലേഡ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ഇതിൻ്റെ നാരൊക്കെ വരച്ച് കളയണം. അപ്പോൾ നമുക്കിത് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മളിവിടെ ആർട്ട് സോപ്പ് ബ്ലേഡ് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് ലെവൽ വെച്ച്, അതായത് ഷേപ്പ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ചിരട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുക. അതായത് ഇതിനകത്തിലെ നാരെല്ലാം കളയുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. ഇതിനകത്ത് നാരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ 2 സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്, 3 സ്റ്റാൻഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ചിരട്ടയുടെ പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തേക്കുവാണ്. പിന്നെ നമ്മളിവിടെ വര ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയുക, ഇലയുടെ ലീഫിൻ്റെ അകത്തൂടെ പോകുന്ന ആ വരകളാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കിയിരിക്കുവാണ്. നമ്മുടെ സോപ്പ് പൊട്ടി നമ്മളങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടിരിക്കുവാണ്. And tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. അപ്പോൾ ഗൈസ്, നമ്മൾ ഈസി ആയിട്ട് അങ്ങനെ നമ്മൾ സോപ്പ് ഹോൾഡർ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്, സോപ്പ് പെട്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വാഷ് ബേസിനൊക്കെ വെക്കുന്നിടത്ത് നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ മണ്ടയ്ക്ക് സോപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നമ്മൾ 2-3 മണിക്കൂർ കൊണ്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം, നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ ഇന്ന് വീഡിയോയ്ക്ക് അതേസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ കാണുന്നിടം വരെ ബോണി ബെന്നി ബിഗ് സൈനിങ് ഔട്ട്. ബൈ.